ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മളെ കോൾചെസ്റ്ററിൽ എക്സ്ട്രീം റോബോട്ട്സ് വോ എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ഈ റോബോട്ടുകൾ തമ്മിൽ അടി കൂടുന്നതൊന്നും കണ്ടിട്ടില്ല. എന്നാൽ അത് കണ്ടേക്കാം എന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ കണ്ടപ്പം ഭയങ്കര അത്ഭുതകരമായി തോന്നി. അപ്പോൾ അങ്ങനെ എന്നാൽ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രസൻറ്ററാണ് ഈ നിൽക്കുന്ന ആളുടെ പേരാണ് ക്രിസ് വിൽക്കിങ്സ്. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇതിനകത്ത് കണ്ട, ഇതാണ് നമ്മളെ റോബോട്ടുകളെല്ലാം തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് എന്താ പറയുന്നത്, തല്ലിപ്പിരിയല്ല, അടിച്ച് ഭയങ്കര ശബ്ദമാണ്. ഈ സൗണ്ടൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ആ സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്തതാണ്, കാരണം ഭയങ്കര ഇറിറ്റേഷനാണ് സൗണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ടാണ് ഈ റോബോട്ടിൻ്റെ ഇടിയൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് മൊത്തം 4 ടീമുണ്ടായിരുന്നു. ക്വാക്ക്, പിന്നെ അതേപോലെ വോൾഫ്, പിന്നെ ഇൻഫെർണോ, പിന്നെ ഡിവിനിറ്റി, ഇങ്ങനെ 4 ടീമാണ്. അപ്പോൾ ഈ തീ തുപ്പുന്ന അവിടെയാണ് നമ്മളെ റോബോട്ടിനെ കൊണ്ട് ഇടേണ്ടത്. അങ്ങനെ ഇടുന്നവർ തോക്കും. അപ്പോൾ ഇതിനകത്ത് മൊത്തം 2 മണിക്കൂറിൻ്റെ ഷോ ആയിരുന്നു. 2 മണിക്കൂർ ഞാൻ ചെറുതായ രീതിയിലാണ് കാണിച്ചേക്കുന്നത്, കുറച്ച് കട്ട് ചെയ്ത്. മൊത്തം 10 റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി. ആദ്യത്തെ റൗണ്ടിൽ 4 ടീം ഒരുമിച്ച്, പിന്നെ ജയിക്കുന്ന ടീമുകൾ തമ്മിൽ അങ്ങനെയായിരുന്നു ഓരോ ഇതും. അപ്പോൾ ആദ്യത്തെ ഹാഫിൽ തന്നെ നമ്മളെ ക്വാക്ക് ടീമിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഹാഫിൽ ആയപ്പോഴും അവർ തന്നെയാണ് വിജയം കൈവരിച്ച് കപ്പ് കൊണ്ടുപോയത്. കപ്പൊന്നും ഇല്ലായിരുന്നു, പകരം അവരുടെ ചെറിയൊരു ടോക്കൺ എന്നും പറഞ്ഞിട്ട് അതായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ബ്രേക്ക് നമുക്ക് തന്നപ്പോഴത്തേക്കും, ഇത് നമ്മളെ ഈ കാണിക്കുന്ന റോബോട്ട് എന്ന് പറയുന്ന മേജർ ഡാമേജ്, ഇതാണ് അവിടുത്തെ താരം എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഈ കാണിക്കുന്നതല്ല മേജർ ഡാമേജിൻ്റെ കുറച്ചും കൂടെ അടുത്തിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് തന്നെ ഇടുന്നുണ്ട്. കാരണം മറ്റേത് കുറച്ചും കൂടെ വലിപ്പം തോന്നും. നമ്മൾ ഇത്ര അകലത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അധികം വലിപ്പം തോന്നുന്നില്ല. അടുത്ത് പോയി നിന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ വലിപ്പം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഓരോ റൗണ്ടുകളും 2 മിനിറ്റ് അല്ല, 3-5 മിനിറ്റിനുള്ളിലായിരുന്നു. 5 മിനിറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ 5 മിനിറ്റ് വെച്ചായിരുന്നു ഓരോ റൗണ്ടും കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അടിച്ച് ആർക്കെങ്കിലും അടിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് കുറച്ച് ഇതിനകത്ത് ഇടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ മേജർ ഡാമേജ്. നമുക്ക് ബ്രേക്ക് വന്നപ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് അടുത്തൊക്കെ പോയി കാണാമായിരുന്നു. പിന്നെ കുറച്ചും കൂടെ അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ പേ ചെയ്യണമായിരുന്നു. VIP ടിക്കറ്റ് പേ ചെയ്യണമായിരുന്നു. അത്രയും കാശൊന്നും നമുക്ക് പേ ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ആൾക്കാരെ പോലെ കണ്ടു. അപ്പോൾ ഇത് നമുക്ക് അതേപോലെ തന്നെ അവിടെ വെച്ചിരുന്ന റോബോട്ടിൻ്റെ എല്ലാം മിനി വേർഷനാണ്. അപ്പോൾ അതിൻ്റെ റിമോട്ട് വെച്ച് നമുക്ക് അതേപോലെ കളിക്കണം എന്നുണ്ടെങ്കിൽ, ഇവിടെ ആൾക്കാർ ഇതേ ബാക്കിൽ ശരിക്കുള്ള റോബോട്ടിൽ കളിക്കുന്ന പോലെ കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ എക്സ്ട്രാ പൈസ ഒന്നും നമുക്ക് കൊടുക്കാനില്ലാത്തത് കൊണ്ടും നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം എന്ന രീതിയിൽ ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് അവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നിടത്തോളം റോബോട്ട് അടികൂടുന്നതൊക്കെ കാണാം എന്ന് വിചാരിച്ച് കണ്ടു. എന്തായാലും സംതൃപ്തിയായി. അങ്ങനെ അതും സംഭവിച്ചു. എന്താ പറയുക, നമ്മൾ ഇത്രയും നാളും കാണാത്തൊരു അനുഭവമായതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. ശബ്ദം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ സൗണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തീ തുപ്പുന്നതിനകത്ത് ഇതാണ് നമ്മുടെ വിജയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.